ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ, അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ കേരള പാഠാവലി ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഓരോരോ ചോദ്യങ്ങളായി നോക്കിയാലോ. എല്ലാ ചോദ്യത്തിൻ്റെയും ആൻസേഴ്സ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വായിക്കാം എഴുതാം. സമ്മാനം എന്നൊരു കവിതയാണല്ലേ നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഓണത്തുമ്പികൾ പൂമ്പാറ്റകളും താണുപറക്കും മലയാളം, വാഴപ്പൂവിൻ നല്ലിവിടത്തി തേന്നുണയുന്നോരണ്ണാനും, ചപ്പില ചിക്കില കലപില കൂട്ടി ചെപ്പുകിലുക്കും മൈനകളും, മൂളിമുരണ്ടു വരുന്നൊരു വണ്ടിനു വഴികാട്ടുന്നൊരു പൂങ്കാറ്റും, കുഞ്ഞു ചിലങ്ക കിലുങ്ങിത്തുള്ളി പാഞ്ഞൊഴുകും പുഞ്ചോലകളും, പുത്തനുടുപ്പും അണിഞ്ഞു ചിരിക്കും പൂമണമേന്തിയ പൂവുകളും, അങ്ങകലത്തിലിരുന്നു ചിരിക്കും കുഞ്ഞേ മുത്തം തന്നെ പോ അത്തം പത്തിനു മുത്തം വാങ്ങാൻ മുത്തേ വാവ മലനാട്ടിൽ. എം വിജയലക്ഷ്മി എഴുതിയൊരു കവിതാ ഭാഗമാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്തിട്ടുണ്ടാവും? കവിത നന്നായി വായിച്ച് മനസ്സിലാക്കിയല്ലോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? മലയാള നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂമി, കേരളം, പൂഞ്ചോല, മാമലകൾ. ആൻസർ എന്താണ്? അതെ, കേരളമാണല്ലേ. ദെൻ വാഴപ്പൂവിൻ്റെ തേൻ നുണയുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തുമ്പികൾ, അണ്ണാൻ, വണ്ട്, പക്ഷി. നമ്മളിപ്പോൾ വായിച്ചു, കവിതയിൽ വായിച്ചു. ആരാണ് കൂട്ടുകാരെ? അതെ, അണ്ണാനാണ്. ദെൻ ഈ കവിതയിൽ വണ്ട് വരുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? കലപില കൂട്ടി, കിലുങ്ങിത്തുള്ളി, മൂളിമുരണ്ട്, ചിരിച്ചു ചിരിച്ച്. ആൻസർ ഏതാണ്? അതെ, മൂളിമുരണ്ടാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, മൂളിമുരണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പൂഞ്ചോലയുടെ പ്രത്യേകത എന്താണ്? ചിരിക്കുന്നു, പൂമണമേന്തുന്നു, മുത്തം നൽകുന്നു, ചിലങ്ക കിലുക്കുന്നു. പൂഞ്ചോലയുടെ പ്രത്യേകത കവിതയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതെ, ചിലങ്ക കിലുക്കുന്നു എന്നാണ് അല്ലേ. ദെൻ അഞ്ചാമത്തെ ചോദ്യം, പുത്തനുടുപ്പ് അണിഞ്ഞു നിൽക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് കൂട്ടുകാരെ? അതെ, പൂവാണല്ലേ. ആരാണ്? പൂവ്. ആൻസർ ഓപ്ഷൻ എ, പൂവ്. ദെൻ പ്രവർത്തനം 2, ജീവചരിത്രക്കുറിപ്പാണ്. ആരെക്കുറിച്ചാണ്? അതെ, കുഞ്ചൻ നമ്പ്യാരാണല്ലേ. ഹിൻസ് ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. നോക്കൂ. ഗതികെട്ട പുലി പുല്ലുന്നിഞ്ഞും, ദീപസ്തംഭം മഹാശ്ചര്യം, ജനകീയ കവി, ഫലിത സാമ്രാട്ട്. ദെൻ കൃതികൾ, ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, സഭാപ്രവേശം, കീചകവധം. ദെൻ തുള്ളൽ പ്രസ്ഥാനം, പാലക്കാട് കിള്ളി, കുരിശുമംഗലം, നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ജീവചരിത്രക്കുറിപ്പ് എഴുതണം അല്ലേ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കുഞ്ചൻ നമ്പ്യാർ. തന്നെ എഴുതാം. കേരളത്തിലെ ആദ്യത്തെ ജനകീയ കവിയും തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമാണ് കുഞ്ചൻ നമ്പ്യാർ. പാലക്കാട് ജില്ലയിലെ ലക്കിടിക്കടുത്ത് കിള്ളിക്കുരിശുമംഗലത്ത് കലക്കത്ത് ഭവനത്തിൽ ജനിച്ചു. 1700 770 ഇടയ്ക്കാണ് ജീവിതകാലമെന്ന് കരുതപ്പെടുന്നു. കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിനടുത്തുള്ള കല്ലമ്പള്ളി ഇല്ലത്തിലെ ഒരു നമ്പൂതിരിയായിരുന്നു പിതാവ്. കുട്ടിക്കാലത്ത് കിടങ്ങൂരും കുടമാളൂരും താമസിക്കാനിടയായ കുഞ്ചൻ നമ്പ്യാർ പിന്നീട് അമ്പലപ്പുഴ രാജാവിന്റെ ആശ്രിതനായി അമ്പലപ്പുഴയിൽ താമസിച്ചു. പിന്നീട് മാർത്താണ്ഡവർമ്മ അമ്പലപ്പുഴ കീഴടക്കിയപ്പോൾ മാർത്താണ്ഡവർമ്മയോടൊപ്പം നമ്പ്യാർ തിരുവനന്തപുരത്തെത്തി. വാർദ്ധക്യത്തിൽ അമ്പലപ്പുഴയിൽ തിരിച്ചെത്തിയ കുഞ്ചൻ നമ്പ്യാർ 1770 ആണ്ടിനോടടുത്ത് മരണമടഞ്ഞു. 40-ലേറെ തുള്ളൽ കൃതികൾ ഇദ്ദേഹം രചിച്ചതായി കരുതപ്പെടുന്നു. രുക്മിണി സ്വയംവരം, സ്യമന്തകം, അഹല്യാമോക്ഷണം, രാവണോദ്ഭവം, കല്യാണ സൗഗന്ധികം, ധ്രുവചരിതം, പാണ്ഡക വധം, ഹനുമനുദ്ഭവം, സഭാപ്രവേശം, പുളിന്തി മോക്ഷം, കീചകവധം, ദക്ഷയാഗം, സുന്ദോപ വ്യാഖ്യാനം തുടങ്ങിയവയാണ് കുഞ്ചൻ നമ്പ്യാർ രചിച്ച തുള്ളൽ കൃതികൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. കൂട്ടുകാർ തന്നിട്ടുള്ള ഹിൻസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തി ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്രക്കുറിപ്പ് അല്ലേ. അപ്പോൾ നിങ്ങൾ ബി ക്വസ്റ്റ്യൻ നോക്കിയാലോ. എഴുതിയിട്ടില്ലേ? ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. പ്രാചീന കവിത്രയത്തിൽ പെടാത്തതാരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെറുശ്ശേരി, വള്ളത്തോൾ, കുഞ്ചൻ നമ്പ്യാർ. എഴുത്തച്ഛൻ. ഇതിൽ പെടാത്തതാരാണ്? അതെ, എഴുത്തച്ഛനാണല്ലേ. ആൻസർ എന്താണ്? എഴുത്തച്ഛൻ. ദെൻ പ്രവർത്തനം 3 നോക്കാം. സംഭാഷണമാണ്. കിള്ളിയാർക്കാവിൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിച്ച കാര്യങ്ങൾ എന്തെല്ലാം ആയിരിക്കും? സങ്കല്പിച്ചെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇവർ തമ്മിലുള്ള സംഭാഷണം എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. ഡാലി ചോദിക്കുകയാണ്, അയ്യോ പാവം, എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി? അപ്പൊ കുഞ്ഞെന്താവും പറഞ്ഞിട്ടുണ്ടാവും? ഒന്നും വയ്യ, തണുക്കുന്നു. ഡാലി ശ്രദ്ധയില്ലാതെ നടന്നോളും. കുഞ്ഞ് അപ്പൊ പറയണം, വഴക്ക് പറയല്ലേ.
ഡാലിയമ്മ എന്താ വഴക്ക് പറഞ്ഞതല്ല, നീ ശ്രദ്ധയില്ലാതെ നടന്നതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ അവസ്ഥയിലായത്. കുഞ്ഞ്, എനിക്ക് തണുക്കുന്നു. ഡാലിയമ്മ, നിന്റെ അടുത്ത് കിടന്നോ, നീ എൻ്റെ അടുത്ത് കിടന്നോ, നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ. കുഞ്ഞ്, ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. ഡാലി, പാവം, എന്നാൽ നീ ഉറങ്ങിക്കോ, ക്ഷീണം മാറും. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ സംസാരിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ. പ്രവർത്തനം 4 വിശകലന കുറിപ്പാണല്ലേ. പാരിടം ഒന്നായി കാണുന്നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം ഏകലോകം എന്ന ആശയത്തെയാണല്ലോ പട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഏകലോകം എന്ന ആശയത്തെയാണല്ലോ പട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വിശകലന കുറിപ്പാണല്ലേ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ലോകം ഒന്നാണ് എന്ന മഹത്തായ സന്ദേശമാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത നൽകുന്നത്. ആകാശത്തുയരെ പാറുന്ന പട്ടത്തിന് ലോകത്തെ ഒന്നായി കാണാൻ കഴിയും. പലതരം ആളുകൾ, പല ഭാഷകൾ, പല ജീവിത രീതികൾ എല്ലാം ഉണ്ടെങ്കിലും ലോകം എല്ലാവരോടും ചേർന്നൊരു വീടാണ്. നമ്മുടെ മനസ്സും പട്ടത്തിൻ്റെ മനസ്സുപോലെയായാൽ ലോകം കൂടുതൽ സുന്ദരമായി മാറും. അപ്പം നിങ്ങളും എന്താണ് ഇതുപോലൊരു വിശകലന കുറിപ്പ് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, പ്രവർത്തനം 5 നോക്കാം. കുറിപ്പാണല്ലേ. വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു. മണ്ണിനടിയിലെ ലോകം. ഇതൊരു മായാലോകം എന്ന പാഠത്തിലെ ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗത്തിൽ ഡോക്ടർ ബീബിനുണ്ടായ അനുഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ വീടിന് ചുറ്റുപാടുമുള്ള വിവിധ കാഴ്ചകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. അതായത് നിങ്ങൾ കണ്ട ഒരു കാഴ്ചയെ കുറിച്ചിട്ടാണ് ഇവിടെ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? പ്രകൃതി ഒരു സ്നേഹിത, മണ്ണും മനുഷ്യനും, ബാലഹൃദയം, മണ്ണിന്റെ കിനാവുകൾ. ഏത് കൃതിയിൽ നിന്നാണ്? അതെ, മണ്ണും മനുഷ്യനുമാണല്ലേ. ഓക്കെ, നമുക്കിനി പ്രവർത്തനം 6 നോക്കാം. ഡയറി കുറിപ്പാണ്. പൂവും കൊച്ചുകുട്ടിയും തമ്മിലുള്ള സൗഹൃദമാണല്ലോ കടലോളം സ്നേഹം എന്ന യൂണിറ്റിന്റെ പ്രവേശകത്തിൽ നാം കണ്ടത്. പൂവും കുട്ടിയും തമ്മിൽ ധാരാളം കഥകൾ പങ്കുവച്ചു. പിറ്റേ ദിവസം രാവിലെ പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അത് അവളെ സങ്കടപ്പെടുത്തി. അന്നേ ദിവസം അവൾ എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അവൻ നീ ഡയറി കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, നമുക്ക് ഡയറി കുറിപ്പ് നോക്കാം. ഇന്ന് എനിക്ക് സങ്കടമുള്ള ദിവസമായിരുന്നു. ഇന്ന് എൻ്റെ കൂട്ടുകാരിയായ കുഞ്ഞുപൂവ് കൊഴിഞ്ഞുപോയി. ഞാനും കുഞ്ഞുപൂവും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. മുട്ടായിരുന്നപ്പോൾ തോന്നിയ വിടരാത്ത മോഹത്തെക്കുറിച്ചും ആരും കേൾക്കാതെ അമ്മച്ചെടി പാടിയ താരാട്ടിനെ കുറിച്ചുമൊക്കെയുള്ള കഥകൾ പൂവ് എന്നോട് പറഞ്ഞിരുന്നു. പൂവ് പറയുന്ന ബാക്കി കഥകൾ കേൾക്കാൻ പിറ്റേന്നും ഞാൻ ചെടിയുടെ അടുത്തെത്തി. പക്ഷേ അത് പൂവ് കൊഴിഞ്ഞു കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ കരയുന്നത് കണ്ട് അമ്മച്ചെടി എന്നെ സമാധാനിപ്പിച്ചു. അമ്മച്ചെടി എന്നോട് പറഞ്ഞു, നീ കരയല്ലേ, കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ അമ്മച്ചെടിയോട് ചോദിച്ചു, ബാക്കി കഥ പറഞ്ഞു തരുമോ? അമ്മച്ചെടി ബാക്കി കഥ എനിക്ക് പറഞ്ഞു തന്നു. എന്നാലും കുഞ്ഞുപൂവ് ഇല്ലാത്ത ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. അപ്പം ഇതുപോലെ ഡയറി കുറിപ്പ് നിങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് നോക്കൂ. എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ടു തരണം, പൂക്കണം, കായ്ക്കണം. ആരുടെ വാക്കുകളാണിത്? മത്തൻ, കയ്പവള്ളി, തെങ്ങ്, പപ്പായ. ഇതിൽ ആരുടെ വാക്കുകളാണിത്? അതെ, കയ്പവള്ളിയാണല്ലേ. ആൻസർ എന്താണ്? കയ്പവള്ളി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എക്സാം ഒക്കെ എളുപ്പമായിരുന്നില്ലേ? ഓക്കെ കൂട്ടുകാരെ, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.